Hello friends, welcome to 𝙑𝙬𝙬𝙬 channel. സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖം ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആക്സിസ് ബാങ്കിന്റെ എഫ്ഡി ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ആക്സിസ് ബാങ്കിന്റെ എഫ്ഡി ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ എഫ്ഡി ക്രെഡിറ്റ് കാർഡ് ആക്ടിവിറ്റി നല്ല ഫേമസ് ആയിട്ട് വരുന്നുണ്ട്. എന്താ വെച്ചാൽ ആക്ച്വലി ഇതിൻ്റെ ഒരു ബൂം തുടങ്ങിയത് നമ്മുടെ OneCard Liteന്റെ ഒരു റീസെൻ്റ്ലി ഇറങ്ങിയ ശേഷം തന്നെയാണ്. അപ്പോൾ OneCard നിങ്ങൾക്ക് അറിയായിരിക്കും, OneCard രണ്ട് ടൈപ്പ് ഉണ്ട്, OneCard ഉണ്ട്, OneCard Lite ഉണ്ട്. അപ്പോൾ അതിൽ OneCard Lite ആണ് നമ്മുടെ എഫ്ഡി ക്രെഡിറ്റ് കാർഡ് എന്ന് വെച്ചാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കിട്ടുന്ന ക്രെഡിറ്റ് കാർഡ്. അതുപോലെ തന്നെ കൊഡാക്കിനുണ്ട്, HDFCക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഒരു എഫ്ഡി ക്രെഡിറ്റ് കാർഡാണ് നമ്മുടെ ആക്സിസ് ബാങ്കിന്റെ മൈസോൺ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അതും ഒരു എഫ്ഡി ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്, അഥവാ സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ രണ്ട് ടൈപ്പ് നിങ്ങൾക്ക് അറിയായിരിക്കും. ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് അൺസെക്യൂർഡ് ഉണ്ട്, സെക്യൂർഡ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്യൂർഡ് എന്ന് പറയുന്നത് ഒരു ഡെപ്പോസിറ്റ് കൊടുത്തിട്ട് ഒരു സെക്യൂർ ആയിട്ട് നമുക്ക് തരാം. എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ഈ എഫ്ഡി ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാൻ നമുക്ക് ഇൻകം പ്രൂഫോ അതുപോലെ തന്നെ നമ്മുടെ സിബിലോ അതൊന്നും നോക്കണില്ല, ഒന്നും ആവശ്യമില്ല. എല്ലാം നമ്മുടെ എഫ്ഡി ബേസ് കൊണ്ടാണ് നമുക്ക് കാർഡ് കിട്ടുന്നത്. മറ്റേതെന്ന് പറയുന്നത് നമ്മുടെ അൺസെക്യൂർഡ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സാലറി അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് ആൻഡ് ലിമിറ്റിൻ്റെ എലിജിബിലിറ്റി അതുപോലെ തന്നെ ഇതൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് നമ്മുടെ സിബിൽ സ്കോർ ഇതൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് ക്രെഡിറ്റ് കാർഡ് തരുന്നത്. അപ്പോൾ ഇത് എഫ്ഡി ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ്, അതായത് നമ്മുടെ ഫുള്ളി ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മുടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിനെയും എല്ലാത്തിനും നോക്കിയിട്ടാണ് ഈ സംഭവം തരുന്നത്. അപ്പോൾ OneCard നിങ്ങൾക്ക് അറിയാം 2000 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. പക്ഷേ ആക്സിസ് ബാങ്കിൽ അങ്ങനെയല്ല. നമുക്ക് മിനിമം 10 തൊട്ടൊക്കെയാണ് തുടങ്ങുന്നത്. 10 to 20 തൊട്ടാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് എമൗണ്ട് തുടങ്ങുന്നത് നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാനുള്ളത്. അതിൻ്റെ തന്നെ നമുക്ക് 70 to 80% ആണ് നമുക്ക് അതിൻ്റെ ലിമിറ്റ് കിട്ടുക. അപ്പോൾ OneCard ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻസ് പറഞ്ഞാൽ OneCardൽ 110% കിട്ടും, ഇതിൽ നമുക്ക് 80% കിട്ടുള്ളൂ. പക്ഷേ നമുക്ക് കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇതിൻ്റെ ആക്ച്വലി ഫുൾ നെയിം വരുന്നത് ആക്സിസ് ബാങ്ക് മൈസോൺ ക്രെഡിറ്റ് കാർഡ് തന്നെയാണ് പേര് വരുന്നത്. ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് വെച്ച് തുടങ്ങുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ്. ആക്ച്വലി മെയിൻ ബേസ് റേഡിലൊക്കെ നമുക്ക് 18 വയസ്സിന് താഴെയുള്ളവർക്കോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക സാലറി ഇല്ലാത്തവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാർഡാണ് ആക്ച്വലി ഇത്. എന്താ വെച്ചാൽ അത് ഫുള്ളി നമ്മുടെ ഡെപ്പോസിറ്റിൻ്റെ കണക്കാക്കിയിട്ട് തരുന്ന ഒരു കാർഡാണ്. നമുക്ക് ഒരു പ്രൂഫും വേണ്ട, ഒരു ഡോക്യുമെൻറ്റും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ ഡെപ്പോസിറ്റ് മാത്രം മതി, വേറെ ഒന്നിൻ്റെ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് മിനിമം ആയിട്ടുള്ള നമ്മുടെ എന്താ പറയുക ഒരു ID കാർഡോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാര്യം മാത്രമായിട്ട് മതി. നമ്മുടെ ഒരു അക്കൗണ്ട് തുടങ്ങുമ്പോൾ പോലെ തന്നെ നമുക്കിത് എടുക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും ഞാൻ അതിൽ മൊബൈലിൽ കാണിച്ചു തരാം ഫുൾ ഡീറ്റെയിൽ ആയിട്ട്. എന്നാലും നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോൾ അതിലേക്ക് പോകാനായിട്ട് മുമ്പ് ചാനൽ പുതുന്നോട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടൊന്ന് ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആമസോണിൻ്റെ സ്റ്റോർ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ URL കാണാം. നമ്മുടെ ചാനലിൽ പേജ് ആമസോണിൽ തുടങ്ങിയതാണ്, ഒരു ഹോം പേജ് പോലെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ടോപ്പ് 5 കാറ്റഗറി പോലെ അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും എല്ലാം കൂടിയിട്ട് തുടങ്ങിക്കുന്ന ഒരു പേജാണ്. ഒന്ന് ട്രൈ നോക്കിയോ, നിങ്ങൾക്ക് എന്തായാലും ആമസോൺ പർച്ചേസിങ് കുറച്ചുകൂടി എളുപ്പമാക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ റീസെൻ്റ്ലി ഗീവ് വീഡിയോ കാണാത്തവരും പങ്കെടുക്കാത്തവരും പങ്കെടുക്കുക. അല്ല ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ സംഭവം കിട്ടും കേട്ടോ. TWSും അതുപോലെ ഫുഡ് ഫോൺസും കാര്യങ്ങളൊക്കെയാണ്. ട്രൈ നോക്കുക കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ മൊബൈലിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മൊബൈലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആക്സിസ് ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും മൈസോൺ ഈസി ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ ആക്ച്വലി അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ അല്ല, നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാകാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട്, ഇതിന് പേര് വരുന്നത് മൈസോൺ ഈസി ക്രെഡിറ്റ് കാർഡ് എന്നാണ്. അപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ബാക്ക്ഡ് സെക്യൂർ ക്രെഡിറ്റ് കാർഡാണ് വിത്ത് മിനിമം ഡോക്യുമെൻറ്റേഷൻ ഗ്യാരണ്ടി അപ്രൂവലാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ് പറഞ്ഞിരിക്കുന്നത്. അഷ്യൂർഡ് അപ്രൂവൽ, മൂവി ടിക്കറ്റ് ക്യാഷ് ബാക്ക് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈ ക്യാഷ് വിഡ്രോവൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്രീ ക്രെഡിറ്റ് അപ് ടു 50 days ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്ക് 25% ക്യാഷ് ബാക്ക് ഓൺ മൂവി ടിക്കറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എലിജിബിലിറ്റി നോക്കി കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യലായിട്ട് എലിജിബിലിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് എനി ആക്സിസ് ബാങ്ക് ബ്രാഞ്ച് മിനിമം ഫിക്സഡ് ഡെപ്പോസിറ്റ് 20,000 രൂപയാണ്, മാക്സിമം 25 ലക്ഷമാണ് കേട്ടോ. മൈനസ് ആർ നോട്ട് എലിജിബിൾ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ 18 വയസ്സിന് താഴെ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇൻ അഡീഷൻ ദ മൈസോൺ ഈസി ക്രെഡിറ്റ് കാർഡ് കനോട്ട് ബി ഇഷ്യൂഡ് അഗെയിൻസ്റ്റ് ടാക്സ് സേവർ FDസും ഫ്ലെക്സി ഡെപ്പോസിറ്റ്സും അതുപോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻ ദ നെയിം ഓഫ് സൊസൈറ്റി ട്രസ്റ്റ് കമ്പനീസിനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എലിജിബിലിറ്റിയാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി ഫീസ് ആൻഡ് ചാർജസ് നമുക്ക് നോക്കാം. അപ്പോൾ ഫീസ് വരുന്നത് നമുക്ക് ജോയിനിങ് ഫീസായിട്ട് 500 രൂപയും ആനുവൽ ഫീ ആയിട്ട് 500 രൂപയാണ് വരുന്നുണ്ട്. ആഡ് ഓൺ കാർഡ് ഫീസൊന്നും ഇല്ല, അതുപോലെ തന്നെ ആനുവൽ ഫീസും ഇല്ല. അതിന് ഫൈനാൻഷ്യൽ ചാർജ് വരുന്നത് 3.4% പെർ മന്ത് ആണ് നമുക്ക് വരുന്നത്. വിഡ്രോവൽ ഫീസ് ക്യാഷ് വിഡ്രോവൽ ഫീസ് വരുന്നത് 2.5% മിനിമം 500 രൂപ. പിന്നെ ക്യാഷ് പേയ്മെൻറ്റിനുള്ള ഫീസ് വരുന്നത് 100 രൂപയാണ്. കാർഡ് റീപ്ലേസ്മെൻറ്റിന് 100 രൂപയാണ് കേട്ടോ.
അതുപോലെ തന്നെ ഓവർ ഡ്യൂ പെനാൽറ്റി സംഭവങ്ങളൊക്കെ എക്സ്ട്രാ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓവർ ലിമിറ്റ് പെനാൽറ്റി നമുക്ക് 3% ഇപ്പോൾ ഓവർ ലിമിറ്റ് എമൗണ്ടാണ് വരുന്നത്. അതുപോലെ തന്നെ വിസ കാർഡാണ് ഇത് ആക്ച്വലി. അപ്പോൾ എമർജൻസി കാർഡ് റീപ്ലേസ്മെൻറ്റ് ഫീ നമുക്ക് വിസയുടെ ഒരു ഗ്ലോബൽ അസിസ്റ്റൻസ് സർവീസിൻ്റെ പ്രകാരമായിരിക്കും അതിൻ്റെ ഒരു എമൗണ്ട് വരിക കേട്ടോ. അതേപോലെ തന്നെ ഫ്യൂവൽ ട്രാൻസാക്ഷൻ സർചാർജ് വരുന്നത് 1% ഓഫ് ദ ട്രാൻസാക്ഷൻ എമൗണ്ട് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ ഫീ വരെ 3.5%. മൊബൈൽ അലേർട്ട്സും കാര്യങ്ങളൊക്കെ വെയ്ഡ് ഓഫ് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാലൻസ് ആൻഡ് ക്വയറി ചാർജും വെയ്ഡ് ഓഫ് ആണ്. പ്രത്യേകിച്ച് പറയുന്നത് നമുക്ക് ഇതിനകത്ത് ഫുൾ ഡീറ്റെയിൽ കിട്ടാൻ നമുക്ക് നമ്മുടെ ബാങ്ക് ബസാറിൻ്റെ സൈറ്റിൽ നോക്കി നോക്കാം. ഇതിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രീ ക്രെഡിറ്റ് അപ് ടു 50 days ആണ്. എഷ്യൂർഡ് അപ്രൂവലാണ്. ഹൈ ക്യാഷ് ബാക്സ് ഓൺ മൂവി ടിക്കറ്റ്സ് ഉണ്ട്. വിഡ്രോവൽ ഈസി ആയിട്ട് കിട്ടുന്നു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മൂവി ടിക്കറ്റിൽ നമുക്ക് 25% വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതും നമുക്ക് എന്താ പറയുക, കലണ്ടർ ഇയറിൽ നമുക്ക് മാക്സിമം 1000 രൂപയായിരിക്കും കിട്ടുക. പിന്നെ ഇത് NFC സപ്പോർട്ടറാണ്, അതായത് കോൺടാക്ട്ലെസ് കാർഡാണ്. വൈഫൈ എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് ഈ 20,000 രൂപയുടെ റേഞ്ചിലുള്ള എല്ലാ സാധനവും നമുക്ക് കോൺടാക്ട്ലെസ് ആയിട്ട് തന്നെ പേ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ടാപ്പ് ആൻഡ് പേ പിന്നില്ലാണ്ട് പേ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വിഡ്രോവലായിട്ട് നമുക്ക് 100% വരെ നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റിൻ്റെ എന്താ പറയുക ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റും ATM കൂടെ തന്നെ. അതുപോലെ തന്നെ 50 ദിവസത്തിൽ തന്നെ നമുക്ക് ഫ്രീ ക്രെഡിറ്റ് ലിമിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഇത് നിങ്ങൾക്കറിയായിരിക്കും അപ്രൂവൽ കിട്ടാൻ ഈസിയാണ്. നമുക്ക് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അപ്രൂവൽ കിട്ടാൻ ഈസിയാണ്. പിന്നെ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇവരുടെ ആപ്പിലും കാര്യങ്ങളൊക്കെ കാണാം. ഫ്യൂവൽ സർജറി വെയ്വർ ഓഫ് ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ട്രാൻസാക്ഷൻസ് 2500-ന്റെ മുകളിൽ ഉപയുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ നമുക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും ആപ്പിൽ കൂടെ തന്നെ. പിന്നെ ഇവരുടെ എഡ്ജ് റിവാർഡ്സ് ആയിട്ടൊരു പോയിന്റ് സിസ്റ്റം ഇവർ ആക്സിസ് ബാങ്കിലുണ്ട്. അതും നമുക്ക് അവൈലബിൾ ആണ്. 200 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 റിവാർഡ് പോയിന്റ്സ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഡൈനിങ്ങിനും നമുക്കൊരു ഓഫർ വരുന്നുണ്ട്. 15% നമ്മുടെ ഒരു ഓഫർ കിട്ടുന്നുണ്ട് നമുക്ക് ആക്സിസ് ബാങ്ക് നമ്മുടെ പാർട്ണർഷിപ്പ് വരുന്ന എല്ലാ റെസ്റ്റോറൻറ്റിലും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഓഫറും കിട്ടുന്നുണ്ട്. അപ്പോൾ എലിജിബിലിറ്റി നമ്മൾ എന്തായാലും നേരത്തെ പറഞ്ഞാണ്. അതുപോലെ തന്നെ ഫീസും ചാർജൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ബാക്കിയൊക്കെ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആക്സിസ് ബാങ്കിൻ്റെ FD ഡോർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 70 to 80% വരെ നമുക്ക് അതിൻ്റെ ലിമിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഒരു ബെസ്റ്റ് FD ക്രെഡിറ്റ് കാർഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ ഇതിനായിട്ട് ലിമിറ്റ് കൊടുക്കുന്ന കാർഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ ഓൾറെഡി ഒരു അക്കൗണ്ട് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ പിന്നെയും നമുക്ക് ട്രൈ നോക്കാമെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ, വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ തന്നെ രണ്ടാം ചാനൽ കാണാത്തവർ പോയി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഷോർട്സിൻ്റെ വീഡിയോസ് നമ്മൾ ഇടുന്നത് പെറ്റ്സിൻ്റെയും ഫുഡിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൽ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചാനലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.